ഓവറാവോ? അപ്പോൾ ഹായ് ഹലോ ചക്കരാസ്. അപ്പം ഇന്ന് ആക്ച്വലി ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നിരിക്കുന്ന ഒരു കോലമാണിത്. ഇങ്ങനെയല്ല പോയത്, ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നിരുന്നുള്ളൂ. മുഖമൊക്കെ ഒന്ന് കഴുകണയ്ക്ക് മുന്നേ ഈ വീഡിയോ അങ്ങ് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ആക്ച്വലി കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് തിരിച്ചു പോയി. ഇന്ന് അവിടെ ആനുവൽ ഡേ ആയിരുന്നു, അതിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ ഞാനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ ടീച്ചേഴ്സിനെ എല്ലാവരും കാണാൻ പറ്റിയതിൽ. അപ്പം ഇന്ന് അതാണ് ഈ ഒരു വ്ലോഗ്. അപ്പോൾ ഗൈസ് ദാ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രസ് ഇട്ടിട്ടാണ് ഇന്ന് പോകുന്നത്. ഓവറാവോ? ഗൈസ് നമ്മളിപ്പോ ഓഫീസ് റൂമിലാണ്. ഞാൻ ആക്ച്വലി ഓഫീസ് റൂമിൽ എന്നൊക്കെ പറയുമ്പോൾ പേടിയാവില്ലേ, പക്ഷെ ഇപ്പൊ നമ്മള് ഭയങ്കര കൂളായിട്ടാണ് ഇരിക്കുന്നത്. നമ്മള് ഗസ്റ്റ് ആയിട്ട് വിളിച്ചേക്കല്ലേ. ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിള്ളേരുടെ ബാൻഡും മേളൊക്കെ ആയപ്പോഴേക്കും ഞാൻ ചില്ലായിട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗസ്റ്റിനെ വരവേൽക്കുന്നൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ആ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഉള്ളിലുള്ളൊരു ഫീൽ അത് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കം ഡാൻസ് ആയിരുന്നു. കുട്ടികളെല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആണ്. എനിക്ക് അവരങ്ങനെ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ ആനുവൽ ഡേക്ക് കളിച്ചതും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. D4 Dance Season 2 and Amrita TV Super Dancer Junior Season 5, the winner of Kairali TV. A hearty welcome to you, Miss Sandra Sunil. ഇപ്പോൾ ഞാൻ കയറി ചെല്ലുന്ന ഈ ഒരു വേദി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. ഈ ഒരു വേദിയിലാണ് കുറേ പാടി വെള്ളിയടിച്ചും അതുപോലെ ഡാൻസ് കളിക്കുമ്പോൾ പലതവണ വീണും ഒക്കെ ഞാൻ പഠിച്ച ഒരു വേദിയാണിത്. ഈ ഇരിക്കുന്ന എല്ലാവരും എന്നെ അതിന് സപ്പോർട്ട് ചെയ്തവരാണ് കേട്ടോ. ഒരുപാട് ഓർമ്മകളുണ്ട് ഓരോരുത്തരുമായിട്ട് എനിക്ക്. അങ്ങനെ വന്ന കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ ഇനോഗ്രൽ ഫംഗ്ഷൻ ആണല്ലോ വന്നത്. അങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മുടെ ആനുവൽ ഡേ ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോഴാണ് 2 വാക്ക് സംസാരിക്കാനായിട്ട് എന്നെ വിളിക്കുന്നത്. 2 വാക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല ഇവിടെ എനിക്ക് ഉള്ളത്. എനിക്ക് ഓരോ സ്ഥലത്തും ഓരോരോ മെമ്മറീസ് ആണ്. എനിക്കിവിടെ കയറി വന്നപ്പോൾ തുടങ്ങി എനിക്ക് ഓരോ മെമ്മറീസ് ഇങ്ങനെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സ്റ്റേജ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഈ ഒരു സ്റ്റേജിൽ കളിച്ചാണ് ഞാൻ വളർന്നത്. പ്രാക്ടീസിൽ കുറേ പേര് അവിടെയുണ്ട്, മേക്കപ്പ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇവിടെ ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ തലകുത്തി മറയുമായിരുന്നു. ഫംഗ്ഷൻ ഞാനിവിടെ ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് അറിയിച്ച് അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോഴാണ് നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാവരും പറഞ്ഞത് ഞാൻ പറഞ്ഞ കുറേ ഓർമ്മകളും കാര്യങ്ങളും അവർക്കും കുറേ ഹിറ്റ് ചെയ്തു എന്ന്. പിന്നെ അടുത്തത് ഓണറിങ് സെറമണി ആയിരുന്നു. അങ്ങനെ നമ്മൾ മൊമെൻറ്റോ എല്ലാം വാങ്ങിച്ചു. അതിനുശേഷം സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ വിന്നേഴ്സിനായിട്ടുള്ള ട്രോഫി അവാർഡ്സൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സെറമണി ആയിരുന്നു. ഞാനും ഇതുപോലെ കുറേ സ്റ്റേജുകളിലൊക്കെ കയറി ചീഫ് ഗസ്റ്റിൻ്റെ അടുത്തുനിന്ന് ട്രോഫി എല്ലാം വാങ്ങിച്ചത് എനിക്ക് ഓർമ്മ വന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഞാൻ എത്ര ഹാപ്പിയാണെന്ന്. ഹാപ്പി ആകുന്നതിന് വേറെ ഒരു കാരണം കൂടെ ഉണ്ട്. കാരണം എത്രത്തോളം പാരൻസ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്രയധികം കുട്ടികൾ സ്റ്റേറ്റും ഡിസ്ട്രിക്ട് ലെവലിലും ഫസ്റ്റും സെക്കൻഡും എല്ലാം വാങ്ങിച്ചതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയുന്നത്, ഇത്ര കാര്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പരിപാടി അവതരിപ്പിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അതെ ഗൈസ്, ഞാൻ നമ്മുടെ മക്കളെല്ലാവരെയും സ്റ്റേജിലോട്ട് വിളിച്ചു വരുത്തി അവരുടെ കൂടെ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഹാപ്പിയായി. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അവരെക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഹുക്ക് സ്റ്റെപ്സ് ഒക്കെ ആയിട്ട് ഡാൻസ് കളിച്ചോടെ പാരൻസ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. വന്നപ്പോൾ തുടങ്ങി പറയുന്നുണ്ട് നാടൻ പാട്ട് പാടാമോ, കാരണം അതായിരുന്നു നമ്മുടെ ഇവിടുത്തെ മെയിൻ. കൈതോല പായ വിരിച്ച് പായേലൊരു പറന്നെല്ല് പൊലിച്ച് കാത് കുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. നാടൻ പാട്ട് പാടിയപ്പോഴേക്കും എല്ലാവരും അങ്ങ് ഓണായിട്ടോ.
Thank you so much. പാരൻസിനെ കാണണമെന്നാണ് അവരുടെ ആഗ്രഹം. എൻ്റെ പാരൻസിനെ കാണുന്ന എല്ലാവരും പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്നില്ല, അച്ഛന് വരാൻ പറ്റിയില്ല, അമ്മയും അനിയത്തിക്കുട്ടിയാണ് വന്നത്. അപ്പം അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതിന് ശേഷം കുട്ടികളുടെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ച് പാട്ടും പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കുറച്ച് പേര് അവർക്കൊക്കെ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങിട്ടോ. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സ്കൂളിൽ പോയാൽ എനിക്കിതാണ് പ്രശ്നം. അപ്പം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനോഗ്രേഷൻ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. ആൻഡ് എൻ്റെ സ്കൂളിൽ എനിക്ക് ടീച്ചേഴ്സിനെ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു നല്ല നല്ല വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.